ഹായ് സ്റ്റുഡൻസ്. അപ്പം എല്ലാവരും സി എ ഫൗണ്ടേഷൻ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ റെസ്റ്റ് എടുക്കുന്നൊരു സമയമായിരിക്കും. അപ്പം നമ്മൾ എല്ലാ അറ്റംപ്റ്റും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റിൻ്റെ ക്ലാസ്സസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്നൊരു ജസ്റ്റ് ഈ ഒരു സബ്ജക്റ്റിലേക്കുള്ളൊരു ബ്രിഡ്ജ് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഇൻ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടൊരു ജനറൽ, അതായത് നമ്മളൊരു ക്ലാസ്സിൽ എടുക്കുന്ന ഒരു ഫസ്റ്റ് ഇൻട്രഡക്ഷൻ, ആദ്യത്തെ ഒരു ഫസ്റ്റ് അവറിൽ എന്തൊക്കെയായിരിക്കും കവർ ചെയ്യുന്നത് അതൊക്കെയായിരിക്കും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഫൗണ്ടേഷൻ എക്സാം റിസൾട്ട് നല്ല രീതിയിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ വരട്ടെ. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കാണാതിരുന്ന സ്റ്റുഡൻസ് കൊണ്ട് ഹായ്. ഇൻ്ററിൽ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക്, അല്ല ഫൗണ്ടേഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇൻ്റർ ക്ലാസ്സിൽ അവരെയൊക്കെ കാണാൻ പറ്റട്ടെ. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇൻ്ററിൽ ഒരു പേപ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് അത് നമ്മുടെ പേപ്പർ ആയിരിക്കും. ഏത്? അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. ഹൈ മൈസെൽഫ് സി ആദർശ് ജോസഫ്. ഞാനൊരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. 2017 ക്ലിയർ ചെയ്തു. അതിന് മുമ്പ് തൊട്ട് 2013 തൊട്ട് പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചിങ് ഫീൽഡിലുണ്ട്. അപ്പോൾ ഒരു 13 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലുണ്ട്. അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നു. സി എ ഫൗണ്ടേഷനിലും ഇൻ്ററിലും ഇൻ്ററിലും സി എസിലും എല്ലാം സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു. അപ്പം നമ്മളായിരിക്കും സി എ ഇൻ്ററിലെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു പേപ്പറിനെ കുറിച്ച് ആദ്യം തന്നെ ഒരു ഓവറോൾ പിക്ചർ തരാനാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഐഡിയ ഉള്ളത്, അതായത് പൊതുവേ നമുക്ക് ഈ ഒരു ബാച്ചിൽ കൂടുതലും ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ. ഫൗണ്ടേഷൻ കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഐഡിയ ഉള്ളൊരു പേപ്പർ ആയിരിക്കും ഈ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആ പേര് തന്നെ ഒന്ന് നോക്കിക്കേ, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. അതിനകത്ത് തന്നെ എന്തോ പ്രശ്നങ്ങളില്ലേ? അപ്പോൾ ബേസിക് അക്കൗണ്ടിങ് എവിടെ? ബേസിക് അക്കൗണ്ടിങ് നിങ്ങൾ ഫൗണ്ടേഷൻ ലെവലിൽ പഠിച്ചതാണ് ബേസിക് അക്കൗണ്ടിങ്. അല്ലെങ്കിൽ ഇനി ഡിഗ്രി സ്കീമിൽ വരുന്ന ആൾക്കാരാണെങ്കിലോ, നിങ്ങൾ ഓൾറെഡി ഡിഗ്രിക്ക് +2 ഡിഗ്രിക്കായിട്ട് പഠിച്ചതാണ് ഇറ്റ്സ് ബേസിക് അക്കൗണ്ടിങ്. ആ ഒരു ലെവലിലാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റിൽ ഈ ഒരു പേപ്പർ മാത്രം തുടങ്ങുന്നത്. ബാക്കി എല്ലാ പേപ്പറുകളും ഫ്രം ദ വെരി ബേസ് ലെവൽ 0 തൊട്ട് ഫാക്കൽറ്റീസിന് കവർ ചെയ്യാനുണ്ട്. ഈ ഒരു പേപ്പർ മാത്രം ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസിക് അക്കൗണ്ടിങ് ഓൾറെഡി നന്നായിട്ടൊന്ന് പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ഫൗണ്ടേഷനിൽ നിന്ന് ഇൻ്ററിലേക്ക് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോ അക്കൗണ്ടിങ് നല്ലൊരു ബേസിക് ഉണ്ടാക്കിയിട്ടായിരിക്കും അവർ ആ റിസൾട്ട് ക്ലിയർ ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പർ മാത്രം നമ്മൾ തുടങ്ങുന്നത് ഒരു പ്രയർ നോളജ് ആവശ്യമുള്ള ഒരു പേപ്പറാണ് എന്തെന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ നിങ്ങളൊരു പ്രയർ നോളജ് ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സസിലേക്ക് ഈ ഒരു പേപ്പറിൽ വരാം എന്നുള്ളതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇൻ്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഏരിയാസ് പഠിക്കാനുണ്ട്, എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യും. ക്ലിയർ? സോ അപ്പോൾ ബേസിക് അക്കൗണ്ടിങ്ങോ എവിടെ പഠിച്ചിട്ടുണ്ടാവും? ഫൗണ്ടേഷൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫൗണ്ടേഷനിൽ പഠിച്ച ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ബേസിക് തിയറീസ് ആണ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ബേസിക് തിയറീസ് ആണ്. അത് ചാപ്റ്റർ 2 എന്ന് പറയുമ്പോൾ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഇതിനൊക്കെ പ്രിപ്പറേഷൻസ്, ബേസിക് ചാപ്റ്റർ ബേസിക്സ് എത്രയെങ്കിലും. ദെൻ ചാപ്റ്റർ 7 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്, അത് പ്ലസ് കമ്പനി അക്കൗണ്ട്സ് ചാപ്റ്റർ 11. ഇത്രയെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പ്ലസ് പറ്റുമെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്, ഇത്രയെങ്കിലും ഒന്ന് കവർ ചെയ്തിട്ട് ഈ ഇരിക്കുന്ന സമയത്ത്, അതായത് ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 7 ആൻഡ് ചാപ്റ്റർ 5 ഡിപ്രീസിയേഷൻ, ദെൻ ചാപ്റ്റർ 11 കമ്പനി അക്കൗണ്ട്സ്, ഇത്രയെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിച്ചാൽ നല്ലതായിരിക്കും. ഇനി അക്കൗണ്ട്സ് ബേസ് ഉള്ള ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ചാപ്റ്റർ 11 കമ്പനി അക്കൗണ്ട്സ് ഒന്നുകൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ക്ലിയർ? ഫൗണ്ടേഷൻ. ഇനി ഡയറക്റ്റ് എൻട്രി സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളൊരു നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുവാണ്, ദാറ്റ് മീൻസ് ഇതുവരെ അക്കൗണ്ട്സ് പഠിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ അവൈൽ ചെയ്യുക. നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ്റെ ഒരു ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് മേടിക്കുക, എത്രയും പെട്ടെന്ന് പഠിക്കുക. കാരണം ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ പിന്നെയും ബേസിക് അക്കൗണ്ടിങ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. കാരണം അതൊന്ന് സിലബസിൽ കവർ ചെയ്യുന്നില്ല, 2 അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. കാരണം ഫൗണ്ടേഷൻ പാസ്സായി വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പിന്നെ ഒന്നുകൂടെ നമ്മൾ ബേസ് തൊട്ട് പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. നമ്മളൊന്ന് ഓടിച്ച് നമ്മൾ കവർ ചെയ്യും. ഫസ്റ്റ് ഒരു സെഷൻ കൊണ്ട് നമ്മൾ അക്കൗണ്ട്സിൻ്റെ ഒരു ബേസിക്സ് കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ടോപ്പിക്കിൽ കിടക്കുന്നത്. പക്ഷെ അത് ഭയങ്കര ക്വിക്കായിട്ടായിരിക്കും. അപ്പോൾ ആരെങ്കിലും അക്കൗണ്ട്സ് പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്, ഇൻ്റർമീഡിയറ്റിലേക്ക് ഡയറക്ടറി സ്കീം വഴി വരുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ അവൈൽ ചെയ്യുക. ബേസിക് ക്ലാസ്സുകളൊന്ന് കണ്ടൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് മാത്രം ഇൻ്റർമീഡിയറ്റിൽ ഈ ഒരു പേപ്പറിലെ ക്ലാസ്സിലേക്ക് ഇരിക്കാൻ വേണ്ടി നോക്കുക. കാരണം ഈ പേപ്പർ മാത്രം നമ്മൾ തുടങ്ങുന്നത് 0-ൽ നിന്നല്ല, ഒരു 20, 50, 20, 30 റേഞ്ചിലായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ബേസ് ഒന്ന് സ്ട്രോങ് ആക്കി വെക്കുക. ഓക്കെ. സോ വാട്ട് ടു എക്സ്പെക്ട്? സി എ ഇൻ്റർ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 3 മൊഡ്യൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ 3 മൊഡ്യൂൾ. ഫൗണ്ടേഷൻ ആണെങ്കിൽ നമുക്ക് 2 മൊഡ്യൂളുള്ളൂ. ഇവിടെ 3 മൊഡ്യൂളുണ്ട്. അപ്പം
ഒരു 1.5 ടൈംസ് ഫൗണ്ടേഷൻ, ഒരു 1.5 ടൈംസ് വോളിയം നമുക്ക് പഠിക്കാനുണ്ട്. ഫൗണ്ടേഷണൽ അക്കൗണ്ട്സ് നല്ലൊരു വോളിയം പഠിക്കാനുണ്ടായിരുന്നു, എനിക്കറിയാം. ബട്ട് ഇൻ്ററിലേക്ക് വന്നു കഴിയുമ്പോഴും നല്ലൊരു വോളിയം. എൻ്റെ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഹായ്. ബാക്കി നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് വരുമ്പോൾ കാണാം അല്ലേ? അതെ. അപ്പോൾ ഈ പേപ്പറിൻ്റെ പേരൊന്ന് പഠിച്ചേക്ക്. പേപ്പർ 1 തുടക്കം നന്നായി ഒടുക്കം നന്നായെന്ന് പറയും. എക്സാമിന് ആദ്യത്തെ പേപ്പർ ഇത് തന്നെയായിരിക്കും കേട്ടോ, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് പൊതുവെ CA പോലെ തന്നെ ഒരു സ്കോറിംഗ് പേപ്പറുകളിൽ ഒന്നാണ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ നല്ലൊരു വോളിയം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് 3 മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പഠിക്കാനുള്ളതിനെ 3 മൊഡ്യൂൾസ് ആണ്, 3 സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അതിൽ നമുക്ക് പഠിക്കാനുള്ള വോളിയത്തിനെ 3 മൊഡ്യൂളായിട്ട് തിരിക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ 2ആയിട്ട് തിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നോക്കിക്കും. മൊഡ്യൂൾ 1 ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. Framework of presentation of financial statements, applicability of accounting standards, presentation and disclosure based standards, asset based accounting standards, liability based accounting standards. ഇങ്ങനെ മൊഡ്യൂൾ 1ഉം 2ഉം മുഴുവൻ, അതായത് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിനെ നമുക്ക് പഠിക്കാനുള്ള അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിനെ 3 മൊഡ്യൂൾസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 3 മൊഡ്യൂൾസ്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3. ഇതിൽ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മുഴുവൻ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. യെസ് എന്ന് വിളിക്കാം. പേര് കേട്ടിട്ടുണ്ടാവും. ഫൗണ്ടേഷനിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒരു ചെറിയ തിയറി ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മുഴുവൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഒരു 60 to 65% മാർക്കും ഇതിൽ നിന്നായിരിക്കും വരുന്നത്. 60% മാർക്ക്. ഇനി മൊഡ്യൂൾ 3ൽ നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അക്കൗണ്ട്സ്. ഇതുകൊണ്ടാണ് ഞാൻ ഫൗണ്ടേഷനിലെ ചാപ്റ്റർ 11 നിങ്ങളൊന്ന് കവർ ചെയ്തിട്ട് വേണം ഇൻ്റർമീഡിയറ്റിലേക്ക് വരുന്നത്. പ്ലസ് ബ്രാഞ്ച് അക്കൗണ്ട്സ്. ബ്രാഞ്ച് അക്കൗണ്ട്സിലും ചെറിയ P&L ബാലൻസ് ഷീറ്റ് ഇമ്പാക്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചാപ്റ്റർ 7 ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതായത് ചുരുക്കി പറഞ്ഞാൽ മെയിൻലി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ വേണം 2ആയിട്ട് തിരിക്കാം. AS പ്ലസ് കമ്പനി അക്കൗണ്ട്സ്. അതിൽ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതായത് നമുക്ക് പഠിക്കാനുള്ളതിൽ നല്ലൊരു മൊഡ്യൂൾ, അതായത് 2 മൊഡ്യൂൾസ് നിറയെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, വാട്ട് ഡു മീൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? നോക്കിക്കോ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബേസിക് പോർഷനിലേക്ക് വരാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടൺ പോളിസി ഡോക്യുമെന്റ്സ്. എഴുതി തയ്യാറാക്കിയ കുറച്ച് പോളിസി ഡോക്യുമെന്റ്സ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. വിച്ച് കവേഴ്സ് ദ ആസ്പെക്ട്സ് ഓഫ് റെക്കഗ്നിഷൻ, മെഷർമെന്റ്, പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ written policy documents. Accounting standards are written policy documents which covers the aspects of recognition. What do you mean by recognition? ഞാൻ പറയാം. നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സിലേക്ക് വരുന്നു, നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻ്റ് ആണ്, ക്ലാസ്സിൽ വരുന്നു, ഹായ്, ഐഡൻറ്റിഫൈ ചെയ്തു. റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അക്കൗണ്ട്സിൽ അംഗീകരിക്കുക മീൻസ് അത് അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അത് റെക്കോർഡ് ചെയ്യണോ വേണ്ടയോ, അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ, അത് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യണോ വേണ്ടയോ എന്ന് പറയുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇറ്റ്സ് റെക്കഗ്നിഷൻ. ഈ 4 വാക്കുകൾ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നുണ്ടോ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ 4 ആസ്പെക്ട്സ് ആണ് കവർ ചെയ്യുന്നത്. റെക്കഗ്നിഷൻ, തിരിച്ചറിയുക, റെക്കോർഡ് ചെയ്യണോ വേണ്ടയോ. മെഷർമെൻറ്റ്, ഇനി റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് ഏത് വാല്യൂവിൽ, ഏത് എമൗണ്ടിൽ അത് മെഷർ ചെയ്യണം, ഏത് എമൗണ്ടിൽ, ഏത് വാല്യൂവിൽ അത് റെക്കോർഡ് ചെയ്യണം. നമ്മൾ ഫൗണ്ടേഷനിലൊക്കെ ഇൻവെൻട്രി വാല്യൂവേഷൻ അങ്ങനെ പഠിച്ചില്ലേ? മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് എമൗണ്ടിൽ അത് മെഷർ ചെയ്യണം. ദെൻ പ്രസൻറ്റേഷൻ, എങ്ങനെ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പ്രസൻറ്റ് ചെയ്യണം, അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഈ ഐറ്റംസ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം. ഡിസ്ക്ലോഷർ, വാട്ട് യു മീൻ ബൈ ഡിസ്ക്ലോഷർ? എക്സ്ട്രാ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുക. അതായത് ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫിനാൻഷ്യൽസിൻ്റെ താഴെ, ഇപ്പോൾ നമ്മൾ P&L ബാലൻസ് ഷീറ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളൂ, അതുകൂടാതെ കുറേ തിയറി നോട്ട്സ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാനുണ്ട്. എവിടെ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ. സോ ഒരു അക്കൗണ്ടിങ്ങിൽ വരുന്ന ട്രാൻസാക്ഷൻസും ഇവൻസും അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ്ങിൽ വരുന്ന ട്രാൻസാക്ഷൻസും ഇവൻസും, എന്താ ഈ ട്രാൻസാക്ഷൻസ് ഇവൻസ്? ബിസിനസ് ഇടപാടുകൾ. ട്രാൻസാക്ഷൻസ് ഇവൻസ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. എക്സാമ്പിൾ പറയാനാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഇവൻറ്റ്സ്. ദെൻ അതല്ലാതെ സാലറി പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, ഗുഡ്സ് പർച്ചേസ്, ഗുഡ്സ് സോൾഡ്, ഇതൊക്കെ ട്രാൻസാക്ഷൻസ്. അപ്പം അക്കൗണ്ടിങ്ങിൽ വരുന്ന
ട്രാൻസാക്ഷൻസും ഇവൻസും അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, മെഷർ ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്ന കുറച്ച് റിട്ടേൺ പോളിസി ഡോക്യുമെൻറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. സോ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്കൗണ്ടിങ്ങിൽ വരുന്ന ട്രാൻസാക്ഷൻസും ഇവൻസും എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, മെഷർ ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്ന കുറച്ച് റിട്ടേൺ പോളിസി ഡോക്യുമെൻറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ 4 വാക്കുകളെങ്കിലും ഒന്ന് കേൾക്കാം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റർവ്യൂ എടുക്കും കേട്ടോ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറയാം. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷനിൽ നമ്മൾ എന്തൊക്കെ പഠിപ്പിച്ചിരുന്നു, ഇപ്പോൾ ഫൗണ്ടേഷനിൽ നമ്മൾ പഠിപ്പിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഫൗണ്ടേഷനിൽ നമ്മൾ എന്താ ബേസിക്കലി എങ്ങനെ ജേണൽ എൻട്രി എഴുതണം അല്ലേ, അതാ പഠിച്ചിട്ടുള്ളൂ. ഇനി എൻട്രി എഴുതുമ്പോൾ എന്തെങ്കിലും റൂൾസും ലോസും, ഇപ്പം നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ആണ് പാർട്ട്ണർഷിപ്പ് ആക്ട് പഠിച്ചു, കമ്പനിയാണ് കമ്പനീസ് ആക്ട് പഠിച്ചു. അതുപോലെ അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും ലോസ് ഉണ്ടോ, ആക്റ്റുകളുണ്ടോ, അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എങ്ങനെ അക്കൗണ്ടിങ് ചെയ്യണം എന്ന് പറയുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ എന്ത് പറയുന്നോ അതേപോലെ വേണം നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാൻ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്ത് വേണം നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാൻ. അപ്പോൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ജസ്റ്റ് ജേണൽ എൻട്രി എഴുതാൻ വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൂടെ അറിഞ്ഞാലേ നിങ്ങൾക്ക് നല്ലൊരു അക്കൗണ്ടൻ്റ് ആവാൻ വേണ്ടി പറ്റൂ. ക്ലിയർ? അപ്പം അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചുരുക്കി പറഞ്ഞ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത് ആരാ ഇഷ്യൂ ചെയ്തത്? നോൺ കോർപ്പറേറ്റ്സ് എൻറ്റിറ്റീസിന് വേണ്ടിയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആരാണ്? ICAI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഇനി കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് കമ്പനീസിനെ ഗവേൺ ചെയ്യാനുള്ള റൈറ്റ് ICAIക്ക് ഇല്ലാത്തത് കൊണ്ട് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് MCA ആണ്. തൽക്കാലം ഇത്ര കൊടുത്തിട്ടുണ്ട്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താ? അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. അത്രയെങ്കിലും നിങ്ങൾ തരാൻ നിൽക്കട്ടെ. ഇതിൽ എന്തൊക്കെ കവർ ചെയ്യുന്നത്? ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് വരുന്ന ട്രാൻസാക്ഷൻസും ഇവൻസും എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, മെഷർ ചെയ്യണം, പ്രസന്റ് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്ന കുറച്ച് റിട്ടേൺ പോളിസി ഡോക്യുമെന്റ്സ് ആണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത് മനസ്സിലാവണമെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ സമയത്തിരുന്ന് ഇതിനകത്ത് എന്ത് പഠിച്ചാൽ നല്ലതായിരിക്കും? ഒറ്റ കാര്യം പറയാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ലിസ്റ്റ് ഇത് ഫൗണ്ടേഷനിലും നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇൻ്ററിലേക്ക് വരുമ്പോൾ നമുക്കിത് പഠിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇരുന്ന് എന്തൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്? AS1 ഈ പേരെങ്കിലും നിങ്ങളൊന്ന്, ഡേറ്റ് ഓഫ് ആപ്ലിക്കബിലിറ്റി വേണ്ട, AS1 പേര്, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, എന്താ കണ്ടന്റ് ഡീറ്റെയിൽ എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഈ പേരെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക ഈ സമയത്ത്. AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്ററിലേക്ക് വരുമ്പോൾ ഈ പേരെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പേരൊക്കെ കേൾക്കുമ്പോൾ ഇത് ഞങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു അപ്പർ ഹാൻഡ് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ ജസ്റ്റ് എന്താണെങ്കിലും വെറുതെ ഇരിക്കുവാണ്, ഫ്രീ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിരുന്ന് ഞാൻ 2 ടാസ്ക് നിങ്ങൾക്ക് തരും, അതെങ്കിലും ഒന്ന് കവർ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ബൈഹാർട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി അക്കൗണ്ട്സിൽ. ബാക്കിയെല്ലാം നമുക്ക് ചിന്തിച്ച് തന്നെ പഠിക്കാം കേട്ടോ. പേരൊന്ന് വൃത്തിയായിട്ട് പഠിച്ചു വരാം. ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്? AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. ഇതിലാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ചാപ്റ്റർ 4 ഇൻവെൻട്രി വാല്യുവേഷന് കുറേ രീതികളൊക്കെ ഇല്ലേ, എങ്ങനെ ഇൻവെൻട്രി, എന്താണ് ഇൻവെൻട്രി, എങ്ങനെ വേണം അത് വാല്യൂ ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് AS ആണ് AS2. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് വാല്യൂ വേണ്ടി പോകുമ്പോൾ AS2 എന്തൊക്കെ പറയുന്നതെന്ന് നോക്കണം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ഏത്? AS3 ഫോർ കണ്ടിൻജൻസീസ് ആൻഡ് ഇവൻറ്റ്സ് ഒക്കറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം എന്നാൽ നിങ്ങൾ ഫിനാൻഷ്യൽസ് അപ്രൂവ് ചെയ്യുന്ന സൈൻ ചെയ്യുന്ന ഡേറ്റ് വരെ നടക്കുന്ന ഇവൻറ്റ്സ് ഒക്കെ എന്ത് ഡീൽ ചെയ്യണം, എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പറയുന്ന ഒരു കേസാണ് കണ്ടിൻജൻസീസ് ആൻഡ് ഇവൻറ്റ്സ് ഒക്കറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അടുത്തത് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ്, പ്രയർ പീരിയഡ് ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. പേരൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക. AS5 നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ്, പ്രയർ പീരിയഡ് ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. 7 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ്. ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ ആണെങ്കിലോ അവരുടെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം? AS7 പറയുന്ന പോലെ. 9 റവന്യൂ റെക്കഗ്നിഷൻ. ഇതിനകത്ത് 2 നമ്പർ ഇനി തെറ്റിയതാണോ? അല്ല, 5 കഴിഞ്ഞിട്ട് 7 യെസ്. പണ്ട് 6 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് റിമൂവ് ചെയ്തു. പണ്ട് 8 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു. പക്ഷേ നമ്പറിങ് മാറ്റിയിട്ടില്ല. ഓക്കെ, ഇപ്പം നമ്പറിങ് ഇങ്ങനെ തന്നെ, തെറ്റല്ല കേട്ടോ. 5 കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ ഇടാൻ അറിയത്തില്ലേ? അല്ല, അത് റിമൂവ് ചെയ്തതാണ്. അപ്പം നമ്പറിങ് മാറ്റിയിട്ടില്ല. AS10 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ്. 10 വരെ വരുന്നുണ്ടെങ്കിലും ശരിക്കും അത് ആക്ച്വലി 8 സ്റ്റാൻഡേർഡ്സേ കവർ ചെയ്യുന്നുള്ളൂ. So AS1 disclosure of accounting policies, 2 valuation of inventories, 3 cash flow statement, 4 contingencies and events occurring after balance sheet date, 5 net profit loss for the period prior period items and changes in accounting policies, 7 construction contracts, then 9 revenue recognition, 10 property plan and equipment. ഇതേപോലെ ഈ നമ്പർ വിത്ത് നെയിം ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. കാരണം എന്താണെങ്കിലും ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ഇരുന്ന് പറഞ്ഞൊന്ന് പഠിച്ചു. കാരണം ഇതാണ് നമുക്ക് 2 മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. Then 11 the effects of changes in foreign exchange rates. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സിൽ എന്തെങ്കിലും എഫക്ട്സ് വന്നാൽ നമ്മൾ അതെങ്ങനെ അക്കൗണ്ട് ചെയ്യണം.
The effects of change in foreign exchange rates. Accounting for government grant. AS12. Accounting for government grants. AS13. Accounting for investments. AS14. Accounting for amalgamations. AS15. Employee benefits. AS16. Borrowing costs. AS17. Segment reporting. AS18. Related party disclosure. AS19. Leases. AS20. Earnings per share. Per share. Then നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സി എ ഇൻ്ററിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് അവൈലബിൾ ആണ് ലിസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ സി എ ഫൗണ്ടേഷനിലും അവൈലബിൾ ആണ് കേട്ടോ. 21. Consolidated financial statements. 22. Accounting for taxes on income. 23. Accounting for investments in associates in consolidated financial statements. 24. Discontinuing operation. 25. Interim financial reporting. 26. Intangible assets. 29. Financial reporting of interest in joint ventures. 28. Impairment of assets. And 29. Provisions, contingent liabilities and contingent assets. ഈ ലിസ്റ്റ് എങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്ക്. ഇതിനകത്തെ കണ്ടന്റ് മുഴുവൻ നമുക്ക് പഠിക്കാനുണ്ട്. അറ്റ്ലീസ്റ്റ് തൽക്കാലം ഒരു പരിചയം നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നിക്കാൻ വേണ്ടി മാത്രം ഈ ലിസ്റ്റ് എങ്കിലും നിങ്ങൾ ഇരുന്നൊന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ലിസ്റ്റ് ക്ലിയർ? കാരണം ഇതെല്ലാം നമുക്ക് വിത്ത് കണ്ടന്റ് പഠിക്കാനുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്പർ നോക്കുമ്പോൾ എത്ര അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്? 29. പക്ഷേ എഫക്റ്റീവ്ലി എത്ര എണ്ണം നമുക്ക് പഠിച്ചാൽ മതിയായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്തേ. എഫക്റ്റീവ്ലി നമ്മൾ എത്ര എണ്ണം പഠിച്ചാൽ മതിയായിരിക്കും? കറക്റ്റ് 27. അതെന്താ 6ഉം 8ഉം ഇപ്പോൾ ഇല്ല. അപ്പം എഫക്റ്റീവ്ലി നമുക്ക് 27 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 2 മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ നിന്നായിരിക്കും മജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു 60 മാർക്സ് മിനിമം വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് തന്നെയായിരിക്കും. ക്ലിയർ? സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കാനുള്ള ഇതിനകത്ത് ചിലത് തിയറി ഉണ്ട്, പ്രോബ്ലം ഉണ്ട്. പക്ഷേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ കൂടുതലും പ്രോബ്ലം തന്നെയാണ്. ഇനി തിയറി ഉണ്ടെങ്കിലും അത് MCQs ആയിട്ട്, അല്ലെങ്കിൽ എക്സാമിന് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എത്ര മാർക്കിൻ്റെ പേപ്പറാണ്? 100 മാർക്സ്. 100 മാർക്സിലോ നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ട്. ഫൗണ്ടേഷനിലോ 2 പേപ്പർ ഫുൾ MCQs ആയിരുന്നു. 100 മാർക്സും 2 പേപ്പർ. അത് അക്കൗണ്ട്സിലോയും ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. ഇവിടെയോ? അപ്പോൾ ഇൻ്ററിലേക്ക് വരുമ്പോഴോ, ഇൻ്ററിലെ എല്ലാ പേപ്പറിനും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 30 മാർക്സ് MCQ ആണ്, ഇൻക്ലൂഡിങ് അക്കൗണ്ടിങ്. 30 മാർക്സ് MCQ, അതായത് 15 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, 2 മാർക്സ് ഈച്ച്, വിത്തൗട്ട് നെഗറ്റീവ് മാർക്ക്. ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് കേൾക്കുമ്പോൾ കണ്ണ് തള്ളുന്നതായിരിക്കും. വിത്തൗട്ട് നെഗറ്റീവ് മാർക്ക്. അതെന്ത് ചതിയാ? ഫൗണ്ടേഷനിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്നു. ഇൻ്ററിൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തൊരു 15 ക്വസ്റ്റ്യൻസ് കാണും. അത് ഓരോരോ ക്വസ്റ്റ്യൻ എന്നതിനേക്കാൾ ഉപരി അതിൽ ചിലതൊക്കെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു 1.5 പേജ് കേസ് സ്റ്റഡി കാണും. അതിൻ്റെ ബേസിസ് ഒരു 4 ക്വസ്റ്റ്യൻസ്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ മജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് വരാം. അതായത് 15 മാർക്സ് ഫെലോ, 30 മാർക്സ് MCQ ആയിരിക്കും, ബാക്കി 70 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. ക്ലിയർ? ഈ വെയിറ്റേജ് ആണ്. അത് ഇൻ്ററിലെ എല്ലാ പേപ്പറിനും അങ്ങനെ തന്നെയാണ്, അക്കൗണ്ട്സിനും അങ്ങനെ തന്നെയാണ്. 30 മാർക്സ് MCQs ഉണ്ട്. ഈ MCQസിൽ ചിലത് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ബാക്കി 70 മാർക്സിലും ഒരു തിയറി ബേസ്ഡ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബാക്കിയെല്ലാം പ്രോബ്ലം തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതൊരു പ്രോബ്ലം പേപ്പർ തന്നെയാണ്, സ്കോറിംഗ് പേപ്പർ തന്നെയാണ്. പക്ഷെ നല്ല വോളിയം പഠിക്കാനുണ്ട്. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഇരുന്ന് ചെയ്യേണ്ടത്, ഇതെവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പോസ്റ്റ് ഒന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. CA ഇൻ്റർ സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. അതിലെ ചാപ്റ്റർ 1ൽ ഇത് അവൈലബിൾ ആണ്. ഈ ലിസ്റ്റ് എങ്കിലും ഇരുന്നൊന്ന് വായിച്ചു നോക്കുക. അപ്പം നമ്മളൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലോ EIC പറയുന്ന പോലെ വേണം പ്രിപ്പയർ ചെയ്യാൻ. ഇൻവെൻറ്ററി വാല്യൂ വേണ്ടി പോകണമെങ്കിൽ EIC പറയുന്ന പോലെ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ ആണെങ്കിലോ ഇത് പറയുന്നുണ്ട്. എങ്ങനെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം ഇത് പറയുന്നുണ്ട്. പ്രോപ്പർട്ടി പ്ലാൻ അടിക്കുമ്പോൾ, അതായത് ഫിക്സഡ് അസറ്റ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. ഗവൺമെൻറ് ഗ്രാൻഡ് കിട്ടുന്നുണ്ടെങ്കിലോ അതിവിടെ പറയുന്നുണ്ട്, ഇതേപോലെ അക്കൗണ്ട് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലോ അതിൻ്റെ അക്കൗണ്ടിങ് ഇങ്ങനെ ചെയ്യണം. നമുക്ക് ഒരു ലീസ്, ഒരു ലോങ് ടൈം റെൻ്റ് അഗ്രിമെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അതിൻ്റെ ലീസിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ഓരോ ഏരിയയിലും എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്ന് പറയുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത് മുഴുവൻ ഈ 27 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മുഴുവൻ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പഠിക്കാനുണ്ട്. ഇന്ത്യയിൽ 2 ടൈപ്പ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഒന്ന് AS ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതും, 2 IND-AS എന്ന് പറയുന്ന വേറൊരെണ്ണമുണ്ട്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് IFRS എന്ന് പറയുന്ന കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതിന് മാച്ചിങ് ആയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന കുറച്ച് പുതിയ സ്റ്റാൻഡേർഡുകളാണ് IND-AS എന്ന് പറയുന്നത്. അത് നമുക്ക് ഫൈനൽ ലെവലിൽ പഠിക്കാനുണ്ട്. അത് ഇച്ചിരൂടെ വലിയ കമ്പനീസിനാണ് ആപ്ലിക്കബിൾ. അതായത് ലിസ്റ്റഡ് കമ്പനീസ്, 250 crores കൂടുതൽ നെറ്റ്വർത്ത് ഉള്ള കമ്പനീസ്, അതാണ് നമുക്ക് ഇനി ഫൈനലി പഠിക്കാനുള്ളത്. അപ്പം ഇത്ര ഓർത്ത് വെച്ചോ, ഒരു കൺഫ്യൂഷനിലേക്ക് പോകണ്ട. ഇന്ത്യയിൽ 2 ടൈപ്പ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, AS ആൻഡ് IND-AS. IND-AS ഇത് നമ്മൾ ഫൈനലി കവർ ചെയ്യും. ഇത് മുഴുവൻ നമ്മൾ ഇൻ്ററി കവർ ചെയ്യും. സിമ്പിൾ. ഇനി ഇത് ആർക്ക് ആപ്ലിക്കബിൾ അതെല്ലാം നമ്മൾ ക്ലാസ്സിലേക്ക് കവർ ചെയ്യാം. സോ ഫൈനലി പഠിക്കാനുള്ളതിൻ്റെ ഒരു ബ്രിഡ്ജ് കൂടെ ആയില്ലേ.
എസും ഇൻഡേഴ്സും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്, കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ആദ്യം ഇൻ്റർമീഡിയറ്റിലെ എസ് എല്ലാം ഒന്ന് പക്ക കവർ ചെയ്തിരിക്കും. ഓക്കെ, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ലിസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. കാരണം നമുക്കിതിൻ്റെ വിത്ത് കണ്ടന്റ്, നമുക്കിതിനകത്തെ കാര്യങ്ങൾ, പ്രൊവിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചിരിക്കേണ്ട സംഭവം, ഇതിനകത്ത് വേറെ ഒത്തിരി ടോപ്പിക്കിലേക്ക് കിടക്കുന്നില്ല, കാരണം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഒരു കമ്പനി ആണെങ്കിൽ നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് വരയ്ക്കാൻ വേണ്ടി പഠിച്ചേക്കുന്നത്? ഫൗണ്ടേഷൻ ലെവലിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ എങ്ങനെയാണ്? ബാലൻസ് ഷീറ്റ് സിമ്പിൾ, ലയബിലിറ്റീസ് rupees, assets rupees അല്ലേ? ഈ ഫോർമാറ്റാണ് ഹൊറിസോണ്ടൽ ഫോർമാറ്റ്. ഇത് ഫൗണ്ടേഷൻ കൊണ്ട് തീർന്നു. ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, അതൊരു വെർട്ടിക്കൽ ഫോർമാറ്റിലാണ്. എന്താ ഈ വെർട്ടിക്കൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ? കുത്തനെ, സിമ്പിൾ. മേലിൽ ലൈബിലിറ്റീസ്, ഇവിടെ എമൗണ്ടോളം ഉണ്ട് കേട്ടോ. അസറ്റ്സ് വേറെ എവിടെയല്ല, ഇതിൻ്റെ താഴെ തന്നെ. എന്ത് പണി? അസറ്റ്സ് മേളിലും ലൈബിലിറ്റീസ് താഴെ. അപ്പോൾ ദാറ്റ് മീൻസ് ലിസ്റ്റ് ചെയ്യുന്നത് മേളിൽ ലൈബിലിറ്റീസ്, താഴെ അസറ്റ്സ്. ഇറ്റ്സ് എ വെർട്ടിക്കൽ ഫോർമാറ്റ്. ആ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽസ് മുഴുവൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഫോർമാറ്റ് എന്താ? ഫോർമാറ്റും പറയുന്നുണ്ട്. ഇതെവിടെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനീസ് ആക്ടിൻ്റെ കുറേ സെക്ഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഷെഡ്യൂൾ 3 അതിൽ പാർട്ട് 1 ഏതിൻ്റെ ഫോർമാറ്റ് പറയുന്നത്? ഷെഡ്യൂൾ 3 പാർട്ട് 1 ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പറയുന്നത്. ഇനി ബാലൻസ് ഷീറ്റിലോ നെയിം ഓഫ് ദ കമ്പനി എഴുതണം, ബാലൻസ് ഷീറ്റ് അസറ്റ് ഡേറ്റ് എഴുതണം, റുപ്പീസ് ഇൻ റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഫിഗറിലേക്ക്, റുപ്പീസ് ഇൻ തൗസൻഡ്സ്, റുപ്പീസ് ഇൻ ലാക്സ് എങ്ങനെ ചെയ്യണം. പിന്നെ പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, ഒരു നോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് നോട്ട്സ് അക്കൗണ്ട്സ്, ദെൻ ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് കറണ്ട് റിപ്പോർട്ടിംഗ് പീരീഡ് ആൻഡ് ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് പ്രീവിയസ് റിപ്പോർട്ടിംഗ് പീരീഡ്. ഈ വർഷത്തെ ഒരു ബാലൻസ് ഷീറ്റ് വരയ്ക്കുവാണെങ്കിലോ ഈ വർഷത്തെ ഫിഗേഴ്സ് മാത്രം കാണിച്ചാൽ പോരാ, കഴിഞ്ഞ വർഷത്തെ ഫിഗേഴ്സ് കൂടെ കാണിക്കണം. അതെന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫിഗേഴ്സ് കൂടെ ഒരു കോളോട് കൊടുത്തിട്ട് കാണിക്കണം എന്ന് പറയുന്നത് ഫോർ ഈസി കമ്പാരിസൺ. കഴിഞ്ഞ വർഷത്തെക്കാളും ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ് കൂടിയിട്ടുണ്ടോ, ലയബിലിറ്റി കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. പ്രാക്ടിക്കലി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മളിപ്പോൾ കറണ്ട് ഇയറിൽ ചെയ്യാറുള്ളൂ. പക്ഷേ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ കറണ്ട് ഇയർ ഫിഗർ മാത്രം പോരാ, പ്രീവിയസ് ഇയർ ഫിഗറോടെ മണ്ടേറ്ററി ആയിട്ട് കാണിച്ചിട്ടുണ്ടാകണം. ബിക്കോസ് ഷെഡ്യൂൾ 3 പാർട്ട് 1 ഫോർമാറ്റിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇനി ഹെഡിങ് തന്നെ വ്യത്യാസമുണ്ട്. എന്താ? ഈ കിട്ടിയാൽ ലൈബിലിറ്റീസ്, ലൈബിലിറ്റീസ് എന്നല്ല,